ഹോലിപ്പ് ശസ്ത്രക്രിയയുടെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജസ് എന്താണ്? ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ എയിം ചെയ്യുന്നത് ഒരു നിയർ ടോട്ടൽ റിമൂവൽ ഓഫ് ദ പ്രോസ്റ്റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത് റീഗ്രോത്ത് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു എനുക്ലീഷൻ മെത്തേഡാണ് ഇതിൽ ചെയ്യുന്നത്. അതായത് ഒരു ഓറഞ്ച് പോലെ പ്രോസ്റ്റേറ്റ് ഇരിക്കുകയാണെങ്കിൽ ഓറഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ആ പൾപ്പിനെ മാത്രം നമ്മൾ എനുക്ലിയേറ്റ് ചെയ്യുന്നു, അഥവാ കാർവ് ഔട്ട് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് ചെയ്യുന്നത്. അതിനാൽ ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് വളരെ കുറവാണ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വലിയ പ്രോസ്റ്റേറ്റ് ലൈക്ക് 100 ഗ്രാം 150 ഗ്രാം ഒരു 200 ഗ്രാം മുതലായ പ്രോസ്റ്റേറ്റുകളൊക്കെ പണ്ടൊക്കെ എല്ലാം ഓപ്പൺ സർജറി ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അഥവാ നമ്മൾ വയറ് തുളച്ചുള്ള കീ ഹോൾ സർജറിയോ ഒക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ പ്രോസ്റ്റേറ്റുകൾ പോലും നമുക്ക് വിത്തൗട്ട് എനി ഹോൾ ഓൺ യുവർ ബോഡി നമുക്ക് എനുക്ലിയേറ്റ് ചെയ്ത് അതിനെ മോസ്റ്റേറ്റ് ചെയ്ത് പുറത്തോട്ട് എടുക്കാൻ പറ്റുന്നതാണ്. നാലാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത് വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ പ്രോസ്റ്റേറ്റ് സർജറി ചെയ്യുമ്പോൾ സോഡിയം കുറഞ്ഞു പോകുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവാറുണ്ട്. അതിന് പറയുന്ന പേരാണ് TURP സിൻഡ്രം. ആ ഒരു പ്രോബ്ലം ഹോലിപ്പ് ശസ്ത്രക്രിയയിൽ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല.